ഓം ശാന്തി. ഇതുവരെ നമ്മൾ രാമനെയും ലക്ഷ്മണനെയും ഒക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് മുന്നിൽ പുതിയ കഥാപാത്രം വരികയാണ്, ശൂർപ്പണഖ. ശൂർപ്പണഖയെ ചിത്രീകരിച്ചിരിക്കുന്നത് പുരുഷന്മാരെ എല്ലാം പ്രലോഭിപ്പിക്കുന്ന ഒരു രാക്ഷസിയായിട്ടാണ്. സാധാരണ രീതിയിൽ നമ്മൾ പുരുഷന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാമാന്ധത ബാധിച്ച പുരുഷന്മാരുടെ ചിത്രങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ ദിവസവും ന്യൂസിൽ നമ്മൾ ഓരോന്ന് കാണാം. പക്ഷെ ഇത് പുരുഷന്മാരിൽ മാത്രമല്ല ഈ അന്ധത, ഇത് സ്ത്രീകളിലും ഉണ്ട്. ശൂർപ്പണഖമാരും ഇന്നും ഉണ്ട്, രാവണന്മാരും ഉണ്ട്. രാവണൻ ഒരു മെയിൽ വെർഷൻ ആണെങ്കിൽ കാമാന്ധതയുടെ മറ്റൊരു ഫീമെയിൽ വെർഷനാണ് ശൂർപ്പണഖ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിന് നമ്മൾ എന്താ തിരിച്ചറിയേണ്ടത്? സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, വിഷയം അതല്ല. വിഷയം ഏതാണ്? നമ്മുടെ ഉള്ളിലെ ദുർനടപ്പുകൾ, ദുർസ്വഭാവങ്ങൾ. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാക്ഷസന്മാരാണ്, രാക്ഷസിമാരാണ്, ദുർനടപ്പുകാരാണ്. ആ ദുർനടപ്പ് നമ്മളെ അന്ധരാക്കാണ്. അങ്ങനെയുള്ള ന്യൂസാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടല്ലേ അച്ഛന്മാർ തന്നെ സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ എല്ലാവരും വിചാരിക്കുന്നത് നാട്ടിലിങ്ങനെയൊക്കെയുള്ള ന്യൂസുകൾ നടക്കുമ്പോൾ കൂടുതൽ എല്ലാവരുടെയും മനസ്സിലെ ചിത്രം പുരുഷന്മാരൊന്നും ശരിയില്ല എന്നുള്ളതാണ്. നമുക്കങ്ങനെ അടക്കി പറയാനും പറ്റില്ല പുരുഷന്മാരൊന്നും ശരിയല്ല. ആരെങ്കിലുമൊക്കെ കുറച്ച് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ തിരിച്ച് നമ്മൾ നോക്കണം, നമ്മൾ സ്ത്രീകളുടെ പക്കലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പറയില്ല, രണ്ട് കൈയും കൂടെ അടിക്കാതെ ശബ്ദം കേൾക്കില്ല എന്ന് പറയുന്നത് പോലെ ഇതുപോലെ വൈകല്യങ്ങളുള്ള, മാനസിക വൈകല്യം എന്ന് ഇതിനെ പറയാൻ പറ്റുള്ളൂ. ഒരു ഫ്രാക്ചേർഡ് മൈൻഡാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അന്ധതയ്ക്ക് വശപ്പെട്ട് ഇത്രയധികം തെറ്റുകൾ ചെയ്യില്ല. കാമ അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം ഇരുട്ടിൽ പിന്നെ കണ്ണു കാണില്ലല്ലോ. അതുകൊണ്ടാണ് കാമ അന്ധത എന്ന് പറയാം. ആ ആസക്തിക്ക് അടിമയായി കഴിഞ്ഞാൽ അന്ധനാണ് വ്യക്തി. പിന്നെ ആ ദുർവികാരം, ആ ഭൂതമാണ് നമ്മളെ ഭരിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ശൂർപ്പണഖയെ കാണിക്കുകയാണ്. ആ ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രാമൻ്റെ അടുത്ത് പോവും, രാമൻ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ വീണ്ടും ഓടുന്ന് ഓടിക്കും, വീണ്ടും രാമൻ്റെ അടുത്ത് വരും. വിവാഹ അഭ്യർത്ഥനയുമായിട്ടാണ് വരുന്നത്. രാക്ഷസിയുടെ രൂപത്തിലല്ല ചെല്ലണേ, ചെല്ലണ നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടാണ്. കാരണം ഇളക്കാൻ വേണ്ടിയിട്ട്, പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആകർഷിക്കാൻ വേണ്ടിയിട്ട്. സ്ത്രീകളുടെ കയ്യിലും അങ്ങനെ ഒരു തെറ്റ് പലപ്പോഴും നമുക്ക് കാണാം. അനാവശ്യ ശൃംഗാരങ്ങളും അണിഞ്ഞൊരുങ്ങലും അനാവശ്യമായിട്ടുള്ള പെരുമാറ്റങ്ങളും പുരുഷന്മാരെ വശീകരിക്കുന്ന തരത്തിൽ, ആകർഷിക്കുന്ന തരത്തിൽ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, ആ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും വസ്ത്രധാരണങ്ങളും സംസാര രീതികളും തന്നെ വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വാഹനത്തിലാണെങ്കിലും ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴാകട്ടെ, ബസ്സിലാകട്ടെ, അല്ലെങ്കിൽ കോളേജിലാകട്ടെ, സ്കൂളിലാകട്ടെ, നമ്മൾ സമൂഹത്തിൻ്റെ നടുവിൽ എവിടെയാണെങ്കിലും നമ്മളായിരിക്കണം. ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയെ നോക്കാൻ പോലും വേറൊരാൾക്ക് പറ്റില്ലേ. അങ്ങനെ നിറയെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. എല്ലാവരുടെ മേലേക്ക് കണ്ണൊന്നും പോവില്ല എല്ലാവരുടെയും. അപ്പൊ തെറ്റ് ആരുടെ പക്കലും ഉണ്ട്? നമ്മുടെ പക്കലും ഉണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ പൊതുവെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ട് രീതിയിലെ വീട്ടിലെ വളർത്തണം. എങ്ങനെയാ? ആൺകുട്ടികളെ ആണെങ്കിൽ കരുത്തന്മാരാക്കുന്ന രീതിയിൽ, ശരീരത്തിന് പുഷ്ടിപ്പിക്കുന്ന തരത്തിൽ കരുത്തന്മാരാക്കി വളർത്തും. പെൺകുട്ടികളെ ആണെങ്കിലോ കുഞ്ഞുനാൾ മുതലേ നമ്മളെ ബ്യൂട്ടി കോൺഷ്യസിലെ വളർത്തണം. എല്ലാം അച്ഛനമ്മമാരുടെ പരിപാലനം ആ രീതിയിലാണ് നമുക്ക് കിട്ടണം. നമ്മളെ സൗന്ദര്യത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബോധം നമുക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ടാക്കി തരിക. അങ്ങനെ നമ്മളെ ഒരുക്കി നടത്തി വസ്ത്രം എല്ലാം വേണം, ജീവിതത്തിലെല്ലാം ആവശ്യമാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പരിമിതിക്കുള്ളിൽ.
നമ്മുടെ ചാരിത്രം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്ന തരത്തിൽ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുട്ടികളുടെ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ആ ലെവലിൽ കൊണ്ടുപോകണം. നമ്മൾ നമ്മുടെ മക്കൾക്കൊരു വസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും കാണണ്ടല്ലോ. അപ്പം നമ്മൾ കുട്ടിക്കാലം മുതൽ അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിലയേറിയത് നമ്മുടെ ശരീരമല്ല, അതിനേക്കാളും വിലപ്പെട്ടത് നമ്മുടെ ചാരിത്ര്യമാണ്, സ്ത്രീത്വമാണ്. ദേഹത്തിനേക്കാളും മൂല്യമേറിയത് നമ്മുടെ സ്വഭാവമാണ്. നമ്മുടെ നിർമ്മല സ്വഭാവം, നമ്മുടെ പവിത്ര സ്വഭാവം, നമ്മുടെ പ്യൂരിറ്റി, സ്ത്രീത്വം, അതിനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ ശരീരത്തെ പ്രദർശിപ്പിക്കുക, ആകർഷിപ്പിക്കുക, ഈ രീതിയിലുള്ള തെറ്റുകളിലേക്ക് പോകാതിരിക്കുന്ന ഒരു ട്രെയിനിങ് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത് വളർത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും തീർച്ചയായിട്ടും ഒരു മുഖ്യ പങ്ക് ഉണ്ട്. നമ്മൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണോ അവരെ ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുട്ടികളായിരിക്കുമ്പോൾ മോൾഡാകും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മോൾഡാവില്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോകണം. കാരണം നോക്കൂ, നമ്മൾ സോഷ്യൽ മീഡിയാസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പരസ്യങ്ങളിൽ നോക്കും, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു പരസ്യം കാണിക്കുകയാണെങ്കിൽ ആ പുരുഷനെ എത്ര ഡീസൻ്റ് ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്, ഡ്രസ് കോഡും എല്ലാം. അതേസമയം കൂട്ടത്തിലൊരു സ്ത്രീയും ഒരു കാര്യത്തിൻ്റെ പരസ്യത്തിൽ നിർത്തിയിരിക്കുകയാണെങ്കിൽ അവരെ ഏറ്റവും മോശമായ രീതിയിലുള്ള വസ്ത്രധാരണത്തിലേ കാണിക്കുള്ളൂ. കാരണം എന്താ, എല്ലാവരെയും ആകർഷിക്കാൻ. ഈ ചിത്രം കണ്ട എല്ലാവരും പരസ്യത്തിലേക്ക് നോക്കും. അപ്പം എല്ലാവർക്കും അറിയാം സ്ത്രീകളെ പ്രദർശിപ്പിച്ച എല്ലാവരുടെയും അട്രാക്ഷൻ പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു നമ്മൾ. അങ്ങനെ എല്ലാവരുടെയും കണ്ണുകൾ ശരീരത്തെ ആകർഷിച്ചൊരു ഭോഗ വസ്തുവാക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചിത്രങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടും എന്നറിയുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പരസ്യങ്ങൾ കൂടുതൽ വെക്കണം. പരസ്യ കമ്പനിക്കാർക്കും പൈസ കിട്ടും, പരസ്യത്തിന് നിൽക്കുന്നവർക്കും പൈസ കിട്ടും, അവർക്കെല്ലാം ലാഭം. എന്നിട്ട് അവരും അവരുടെ വീട്ടിലെ പെൺകുട്ടികളും ഈ പരസ്യത്തിന് നിൽക്കുന്നവരുൾപ്പെടെ എല്ലാവരും സുരക്ഷിതമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് ഹാലിളകി നടക്കുന്ന പുരുഷന്മാർ പിന്നെ പോയിട്ട് ഉപദ്രവിക്കണേ അറിയാം, പാവപ്പെട്ട അമ്മമാരെയും പെൺകുട്ടികളും പാവം സമൂഹത്തിലുള്ള പാവപ്പെട്ടവരായിരിക്കും. അവർക്കാണ് സുരക്ഷിതത്വം പോണേ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാമൂഹ്യ മനസാക്ഷി നമുക്കെല്ലാവർക്കും വേണം. ഒരു ശൂർപ്പണഖയുടെ ചിത്രത്തിലൂടെ നമുക്ക് ശരിക്കും ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണ്? രണ്ടു കൂട്ടർക്കും സന്ദേശം കിട്ടാണ്. ആർക്കൊക്കെ? സഹോദരിമാർക്കുണ്ട് സന്ദേശം, സഹോദരന്മാർക്കുണ്ട്. നമ്മൾ ഓരോ സഹോദരിമാർക്കും തരുന്ന സന്ദേശം എന്താണ്? രാമായണ കർത്താവ്, അല്ലയോ സഹോദരിമാരെ, നിങ്ങളാരും ശൂർപ്പണഖയെ പോലെ ആകരുത്. രാമലക്ഷ്മണന്മാര് നോക്കൂ, അവർ രണ്ടുപേരും വിവാഹിതരാ, അറിഞ്ഞിട്ടാണ് വീണ്ടും അവരുടെ തിളക്കാൻ ചെന്നിരിക്കണം. ഇങ്ങനെ എത്ര സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള? വിവാഹം കഴിച്ചു കുടുംബവും കുട്ടികളായിട്ടൊക്കെ ജീവിക്കുക, എന്നിട്ടും പരപുരുഷനെ തേടി പോകുന്ന കഥകൾ, മറ്റുള്ളവരെ ഇളക്കുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ പുരുഷന്മാരുടെ കയ്യിലുണ്ട് തെറ്റ്, സ്ത്രീകളുടെ കയ്യിലുണ്ട്. കല്യാണം കഴിക്കാത്തവരും പെൺകുട്ടികളും ചെറുപ്പക്കാരും കൊച്ചു കുഞ്ഞുങ്ങളും മാത്രമല്ല ഇന്ന് ഈ തെറ്റ് ചെയ്യണം. കുടുംബത്തോടു കൂടി ഇരിക്കുന്നവർ ഇതേ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ശൂർപ്പണഖയായിട്ട് ഇളക്കാൻ ചെന്നപ്പോൾ രാമലക്ഷ്മണന്മാർ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അത് നമ്മുടെ സഹോദരന്മാർക്കെല്ലാം ഉള്ള സന്ദേശമാണ്. പ്രലോഭിപ്പിക്കാൻ ചെന്നു വിവാഹ അഭ്യർത്ഥനയായിട്ട്. അവർക്ക് കണ്ടപ്പോഴേ ലോകം മനസ്സിലായി. പക്ഷേ രാമലക്ഷ്മണന്മാർ സ്ത്രീയല്ലേ പറഞ്ഞിട്ട് കൊന്നില്ല, അംഗവിച്ഛേദം മാത്രം ചെയ്തിട്ട് പറഞ്ഞു വിട്ടു. പ്രലോഭനത്തില് വീണില്ല. രാമലക്ഷ്മണന്മാര് അവരുടെ ചാരിത്ര്യം നഷ്ടപ്പെടുത്തിയില്ല. അപ്പൊ രാമായണം നമ്മുടെ സഹോദരന്മാർക്കെല്ലാം കൊടുക്കുന്ന സന്ദേശമാണ്. അല്ലയോ സഹോദരന്മാരെ, ഇങ്ങനെ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ശൂർപ്പണഖമാര്, ദുർനടപ്പുകാര് വന്നാലും നിങ്ങൾ ഒരിക്കലും ചാരിത്രത്തെ നഷ്ടപ്പെടുത്തല്ലേ. സമൂഹത്തിന് മുന്നിൽ മാതൃകകളായിട്ട്, ഉത്തമ മാതൃകകളായ പുരുഷന്മാരായി സഹോദരന്മാരായി ജീവിക്കണം. അപ്പം നമുക്ക് രണ്ടു കൂട്ടർക്കും സന്ദേശമാണ്. ശൂർപ്പണഖ ഒരു ക്യാരക്ടർ. ഇനി അടുത്ത എക്സ്ട്രീമിറ്റിയാണ് നമ്മൾ സീതയിൽ കാണുന്നത്. സീത നോക്കൂ, സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ. രാവണ രാജ്യത്തിൽ താമസിപ്പിക്കുക, 10 മാസത്തോളം അവിടെ താമസിക്കേണ്ടി വന്നു.
പക്ഷേ സീതയെ തൊടാൻ പോലും രാവണന് പറ്റിയില്ല. എന്താ കാരണം? പ്യൂരിറ്റിയുടെ പവർ, പവിത്രതയുടെ ശക്തി. ഉപദ്രവിക്കാൻ ചെല്ലുമ്പോൾ പോലും ഒരു പുൽക്കൊടി എടുത്തിട്ട് കാണിക്കുന്ന, ആ പുൽക്കൊടിയെ കണ്ടിട്ട് ഒരു പുല്ല് പൊട്ടിച്ചിട്ട് അത് കാണിച്ചിട്ടാണ് പേടിപ്പിക്കണം രാവണനെ. രാവണൻ ഇത്രയും വലിയ രാക്ഷസ രാജാവ്, ഈ പുൽക്കൊടി ഇത്ര തന്നെ ഉള്ളൂ നീ എൻ്റെ രാമന്റെ മുന്നില്. സീതയൊന്ന് നേരെ നോക്കാൻ പോലും രാവണന് പറ്റില്ലേ. കാരണം എന്താ? അത്ര പ്യൂരിറ്റിയുടെ, പവിത്രതയുടെ, പാതിവൃത്യത്തിന്റെ ശക്തി ആരുടെ കയ്യിലുണ്ട്? സീതയുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 10 മാസം രാവണന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ താമസിച്ചിട്ട് പോലും, രാവണ കൊട്ടാരത്തിൽ മീൻസ് അവിടെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അശോകവനത്തിൽ ആ ഗാർഡൻ, സുന്ദരമായ ഗാർഡനിലിരിക്കുക. പക്ഷെ ഉപദ്രവിക്കാൻ ആർക്ക് പറ്റിയില്ല? രാവണനെ പറ്റിയില്ല. അപ്പൊ നമ്മൾ, നമ്മുടെ നാട്, നമുക്കറിയാം സമൂഹം ഓരോ ദിവസം കഴിയുന്തോറും കലിയുഗ കാടാ. സമൂഹത്തിലെ മനുഷ്യന്റെ സ്വഭാവങ്ങൾ കൂടുതൽ കൂടുതൽ തമോ ഗുണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാക്ഷസ സ്വഭാവങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോ പെൺകുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും ഈ ബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ പ്യൂരിറ്റിയുടെ ബലം ഉണ്ടെങ്കിൽ, പാതിവൃത്യത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ കളങ്കമില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ സത്യതയും ശുദ്ധിയും ഉണ്ടെങ്കിൽ, ഏത് രാക്ഷസന്മാരുടെ നടുവിലാണെങ്കിൽ പോലും നമുക്കൊരു സംരക്ഷണം ഉണ്ടാവും. ആ പ്യൂരിറ്റിയുടെ കവചം തന്നെ നമ്മളെ എന്ത് ചെയ്യും? സംരക്ഷിക്കും. പ്യൂരിറ്റി എവിടെയുണ്ടോ സീതയോടൊപ്പം രാമനും ഉണ്ടോ. സർവശക്തിവാൻ നമ്മളെ സംരക്ഷിക്കും. സർവശക്തൻ, ഒരു സംശയമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നടത്തിപ്പെല്ലാം സഹോദരിമാരാണ്, നേതൃത്വ സ്ഥാനം. ആശ്രമത്തിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും മിക്കവാറും എല്ലാ ശാഖകളിലും ഉള്ളത് സഹോദരിമാരാണ്. വളരെ കുറച്ച് മാത്രമേ സഹോദരന്മാരുള്ളൂ. എല്ലാ ബ്രാഞ്ചിലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ബ്രാഞ്ചുകളിലെല്ലാം 2 സഹോദരിമാരേ ഉള്ളൂ. ലോകം മുഴുവൻ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ശാഖകൾ 140 രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് സേവനം. എല്ലായിടത്തും ഈ സഹോദരിമാര്, അതും പ്രായം കുറഞ്ഞവര്. സാധാരണ ആത്മീയത എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കുറച്ച് വയസ്സായവരെയാണ്. പക്ഷെ ചെറിയ പ്രായത്തിൽ ആധ്യാത്മിക ജ്ഞാനത്താൽ അവബോധം ഉണ്ടായി ഉണർന്ന് ഭഗവത് കാര്യത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിക്കുന്നതിനോടൊപ്പം ഭഗവാന്റെ ഈ കാര്യത്തിൽ പങ്കാളിയായി, ഈശ്വരന്റെ ദൂതന്മാരായി ഭഗവത് സേവനത്തിൽ പങ്കാളികളായിട്ടുള്ള സഹോദരിമാരാണ്. ലോകത്തിൽ ഇത്രയും ശാഖകളിൽ ജീവിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ദിവസം എത്ര ദൂരം, മിക്കവാറും എത്ര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും, എന്തെല്ലാം സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോവും വരികയൊക്കെ ചെയ്യേണ്ടി വരും ലോകത്തിൻ്റെ നാനാഭാഗത്തും. പക്ഷെ ഇന്ന് വരെ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കാർക്കും അങ്ങനെയുള്ള യാതൊരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല. എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ ഈ വിശ്വവിദ്യാലയത്തിൽ പരമാത്മാ നമുക്ക് നൽകുന്ന പാഠത്തിൽ ആദ്യത്തെ ലെസൺ പ്യൂരിറ്റിയാണ്. പവിത്ര ബനോ യോഗി ബനോ എന്നാ ഭഗവാൻ പറയുന്നത്. പവിത്രമാകൂ, യോഗിയാകൂ. പ്യൂരിറ്റിയുടെ ബലം കാത്തു സൂക്ഷിക്കൂ. രണ്ടാമത്തത് യോഗം. ആരുമായിട്ട്? ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവാകുന്ന രാമനുമായി യോഗം വയ്ക്കും. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒന്ന് പവിത്രതയുടെ ബലമാണ്, പാതിവൃത്യത്തിൻ്റെ ശക്തിയാണ്. രണ്ട്, നമ്മുടെ ചരിത്രം, നമ്മുടെ സ്വഭാവത്തിൻ്റെ ആ നിർമ്മലത നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ സംരക്ഷണ കവചമായിട്ട് മാറും. മറ്റൊന്ന്, രണ്ടാമത്തെ ബലമാണ് സർവശക്തിവാന്റെ കൂട്ടുകെട്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും ആ സർവശക്തിവാനായ പ്രഭുവിനെ നമ്മൾ കൂടെ വയ്ക്കുമ്പോൾ ആ ഈശ്വരീയ ശക്തികളുടെ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് ആ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ ഒരിക്കലും നമുക്ക് വരില്ല. 1000 കൈയുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ അച്ഛനോ സഹോദരനാണെങ്കിൽ 2 കൈയുള്ള ഒരാളെ നമ്മുടെ കൂടെയുള്ളൂ. പക്ഷെ സർവശക്തൻ 1000 കൈകൾ തന്നിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് പലപ്പോഴും ഉണ്ടാവും. നമ്മൾ കൂടെ വെച്ചാൽ, പറയില്ലേ, വിളിച്ചാൽ വിളി കേൾക്കും. നമ്മൾ ഉള്ളുകൊണ്ട് വിളിച്ചാൽ നമ്മുടെ കയ്യിൽ സത്യതയും ശുദ്ധിയും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഇത് വെറും ഒരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവം.
81 വർഷം കൊണ്ട് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സേവനം നടക്കുന്നത് ഇപ്രകാരമാണ്, സഹോദരിമാരിലൂടെ. രാമരാവണ യുദ്ധം തന്നെ നടക്കുന്നത് ആരുടെ പേരിലാണ്? സീതയെ തട്ടിയെടുത്തതിന്റെ പേരിൽ. ഇന്ന് നമ്മൾ നാട്ടിൽ നോക്കൂ, രാവണനെ വധിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര രാവണന്മാരെ വധിക്കണം? എന്താ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അല്ലെ? എത്ര ശൂർപ്പണഖമാരുടെ കഥകളാണ്, എത്ര രാവണത്വത്തിന്റെ കഥകളാണ്, സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു പരിവർത്തനത്തിന്റെ വിഷയമാണ്. ഇത് തലയെടുത്തത് കൊണ്ട് മാത്രം ഇല്ലാണ്ടാവുന്ന ഒരു വിഷയമല്ല. പിന്നെ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാകണം. മനസ്സുകളിൽ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബോധമണ്ഡലത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം. അതുകൊണ്ട് ആദ്യം നമുക്ക് കിട്ടേണ്ട ജ്ഞാനം, നമ്മളെല്ലാവരും ശുദ്ധ ചൈതന്യ ആത്മാക്കളാണ്. അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നാം പാഠം കിട്ടേണ്ട. 1ാം ക്ലാസ്സിൽ നമ്മളിത് പഠിക്കാൻ തുടങ്ങും. നമ്മളെ നീ ആണാണ് ആണാണ് പെണ്ണാണ് പെണ്ണാണെന്ന് പറഞ്ഞാണ് പഠിപ്പിച്ചത്. അപ്പം ആണിന് ഞാൻ ആണാണെന്നുള്ള ബോധം, ബാക്കി പെണ്ണിന് പെണ്ണാണ് പെണ്ണാണെന്നുള്ള ബോധം. അതാണ് നമ്മളെ, ആ ലിംഗബോധമാണ് നമ്മളെ പ്രധാനമായിട്ട് ഈ ഒരൊറ്റ വികാരം മാത്രം പുറത്തേക്ക് കൊണ്ടുവരണം, അനുരാഗം. ബാക്കി മനുഷ്യന്റെ മനസ്സുകൾക്കുള്ളിൽ 100 കണക്കിന് ഫീലിങ്സുകളുണ്ട്. എത്ര ശുദ്ധ വികാരങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ. അതിനെ ഒന്നും പുറത്തേക്ക് എടുക്കാതെ ഈ ഒരൊറ്റ ദുർവികാരത്തെ എടുക്കണം നമ്മൾ വെളിയിലേക്ക്. കാരണം ആണ് പെണ്ണ് ആകർഷണം, ദേഹത്തെ കാണിച്ച് ദേഹത്തെ നോക്കി ദേഹത്തോടുള്ള ആകർഷണം. പക്ഷെ ഈ ദേഹത്തെ കണ്ണുകൊണ്ട് കാണുള്ളൂ, പക്ഷെ നമ്മുടെ 3ാം കണ്ണ് തുറന്നു തരണമായിരുന്നു നമുക്ക്. അതാണ് രാമതത്വം. 3ാം കണ്ണ് തുറക്കും, ആത്മചൈതന്യാണെന്ന് തിരിച്ചറിയൂ. ഈ ദേഹം നമ്മുടെ ഒരു വസ്ത്രം മാത്രമാണ്. ഈ വസ്ത്രത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കിട്ടിയ ഭാഗം നമ്മൾ അഭിനയിക്കുക. നമ്മുടെ കൂടെയുള്ളതെല്ലാം, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും വയസ്സായവരാണെങ്കിലും, എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നത് ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ഒരു ലൈറ്റാണ്, ഒരു ജ്യോതിയാണ്. തലച്ചോറിനുള്ളിലിരിക്കുന്ന ഈ ലൈറ്റാണ് നമുക്ക് ഈ വണ്ടിക്ക് വേണ്ടുന്ന മുഴുവൻ മൈറ്റും സപ്ലൈ ചെയ്യുന്നത്. ഈ വണ്ടിയെ ഓടിക്കുന്നത് ഈ ഡ്രൈവറാണ്. ഇത് രഥമാണ്, ഇത് രഥിയാണ്. ഇവിടെ നിന്നാണ് കറണ്ട് സപ്ലൈ ഉണ്ടാകുന്നത്. അപ്പം ഞാനാണ് സപ്ലൈ ചെയ്യുന്ന കറണ്ട്, ഞാൻ ചൈതന്യാണ്. ഈ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ തന്നെ എന്താവും? പിന്നെ നമ്മളിന്ന് വെളിച്ചം വരാൻ തുടങ്ങും. ഞാൻ ശാന്തസ്വരൂപമാണ്, ശുദ്ധ ചൈതന്യാണ്, ശുദ്ധിയാണ് എൻ്റെ ബലം, ശക്തിയാണ് എൻ്റെ സ്വരൂപം. ഇപ്രകാരം നമ്മളെ കുട്ടിക്കാലം മുതൽ ആ ഒരു ബോധത്തിൽ വളർത്തിയിരുന്നെങ്കിൽ, കാരണം ഇതാണ് നമ്മുടെ ബ്യൂട്ടി. ഈ ശരീരത്തിൻ്റെ ബ്യൂട്ടി കോൺഷ്യസ്നെസ്സിന് പകരം ഇവിടെയുള്ള സ്ത്രീത്വത്തിൻ്റെ ബ്യൂട്ടി, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ളത് ആത്മചൈതന്യമാണ്. ആത്മാവിൻ്റെ സൗന്ദര്യം എന്താ? സദോ ഗുണങ്ങളാണ്. ഞാൻ സദോ ഗുണിയാണ്, ശാന്തനാണ്, ശുദ്ധനാണ്, ജ്ഞാനിയാണ്, ശക്തി സ്വരൂപമാണ്, സന്തോഷം നിറഞ്ഞ ഒരു ചൈതന്യമാണ്. ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാണ്. എൻ്റെ കൂടെയുള്ളതെല്ലാം ഭഗവാന്റെ മക്കളാണ്. അപ്പം നമുക്ക് എല്ലാവരോടും സ്നേഹം വരും, എല്ലാവരോടും സ്നേഹം വരും. പക്ഷെ ആരുടെ അടുത്തും പോയി ഒട്ടിപ്പിടിക്കില്ല. എന്നാലും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ. ഒട്ടിപ്പിടിക്കാതെ തന്നെ പ്രിയപ്പെട്ടവരായിട്ടിരിക്കാൻ നമുക്ക് കഴിയും. എല്ലാവരോടും സ്നേഹിയായും പക്ഷെ എല്ലാവരിൽ നിന്നും നിർമോഹിയായിട്ടിരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ ചതിക്കുഴികളിലൊന്നും പോയി നമ്മൾ പെടില്ല, തെറ്റുകളും നമ്മൾ ചെയ്യില്ല, ശൂർപ്പണഖമാരും നമ്മളാവില്ല, രാവണന്മാരും ആകില്ല, ദുശാസനന്മാരും ആകില്ല. അതാണ് നമുക്ക് തിരിച്ചറിയേണ്ട വസ്തുത. അല്പസമയം നമുക്ക് ധ്യാനത്തിലിരുന്ന് നമുക്ക് സ്ത്രീ പെൺകുട്ടി ബോധമൊക്കെ മാറ്റിയിട്ട് അല്പസമയം ഏത് ബോധത്തിൽ വരാം? സത്യബോധത്തിൽ. ദുർനടപ്പുകാരിയായ ശൂർപ്പണഖയും കാമാന്ധത ബാധിച്ച രാവണനും രാവണന്മാരും ശൂർപ്പണഖമാരുമെല്ലാം എന്നെ വിവേകശാലിയാക്കുകയാണ്. ഇങ്ങനെയുള്ള അന്ധകാരവും അടിമത്വവും ദുർവികാരങ്ങളുടെ
അടിമത്തത്തിൽപ്പെടാതെ അധികാരിയായിരിക്കാൻ സ്ത്രീയാണെങ്കിലും ഞാൻ എന്നിലെ സ്ത്രീത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഈ ശരീരമാകുന്ന വസ്ത്രം ഇത് പെൺകുട്ടിയുടേതാണെങ്കിലും ഇതിനുള്ളിലിരിക്കുന്ന ഡ്രൈവർ ഞാൻ അനശ്വര ചൈതന്യമാണ്. നെറ്റിത്തടത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് ആഗ്രഹമാകും. തലച്ചോറിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മസ്വരൂപം, തിളങ്ങുന്ന ആത്മദീപമാണ് ഞാൻ. ആത്മാവാകുന്ന രാമനാണ് ഞാൻ. പരമാത്മാവാകുന്ന രാമന്റെ സന്താനമാണ് ഞാൻ. ശുദ്ധ ചൈതന്യ ശക്തി. നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന ഞാൻ ശക്തി സ്വരൂപമാണ്. ലൈറ്റായ എന്നിലുള്ളത് മുഴുവൻ മൈറ്റാണ്. ആത്മശക്തി. പരമാത്മസന്താനമായതിനാൽ ഈശ്വരനിലുള്ള സർവശക്തികളുടെയും കറണ്ട് പരമാത്മ ചൈതന്യം ശക്തികളുടെ രൂപത്തിൽ എന്നിലുമുണ്ട്. ശക്തി സ്വരൂപിണിയാണ് ഞാൻ. നെറ്റിത്തടത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രം നെറ്റിത്തടത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് ലൈറ്റും മൈറ്റുമാണ്. എൻ്റെ കൂടെയുള്ളവരെല്ലാം ആത്മസ്വരൂപങ്ങളാണ്. ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ആത്മാവാകുന്ന രാമന്മാരാണ്. പരമാത്മാരാമന്റെ സന്താനങ്ങളാണ്. ഈശ്വരന്റെ മക്കളാണ്. സഹോദരിമാർക്കും സഹോദരന്മാർക്കുമെല്ലാം ഇന്ന് ഒരു വിശേഷ സന്ദേശമാണ്. അല്ലയോ സഹോദരിമാരെ, ഒരിക്കലും ശൂർപ്പണഖയെ പോലെയുള്ള ദുർനടപ്പുകാരിയാകരുത്. നമ്മുടെ തെറ്റുകൊണ്ട് നമുക്കോ നമ്മുടെ സമൂഹത്തിനോ നാശമുണ്ടാകുന്ന ഒരു ദുർവികാരത്തിന് നമ്മൾ അടിമയാകരുത്. ഓം ശാന്തി.